ഇന്നത്തെ ടോപ്പിക്ക് കഫ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കഫ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. കഫ്സ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ഗാർമെൻറ്റ്സിൽ അല്ലെങ്കിൽ ട്രൗസേഴ്സിൻ്റെ ആങ്കിൾ എൻഡിൽ ഒക്കെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് കഫ്സ്. ഫുൾ സ്ലീവ് ഗാർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഷർട്ട്, കോട്ട്, ജാക്കറ്റ് എന്നീ ഗാർമെൻറ്റ്സിലും അതുപോലെ ട്രൗസേഴ്സിൻ്റെ ആങ്കിൾ എൻഡിങ്ങിൽ, അതായത് ലെഗ് ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തും കഫ്സ് കാണപ്പെടാറുണ്ട്. ആദ്യത്തെ കഫ് വരയ്ക്കുന്നതിന് വേണ്ടി 1.5 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് വിഡ്ത്തും എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. 1.5 ഇഞ്ച് ലെങ്ത്തിൽ 2 ലൈൻസ് വരച്ചു കൊടുക്കുക. ആ ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് 1 ഇഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനുശേഷം 1.5 ഇഞ്ച് ലെങ്ത്തിൽ വരച്ച ലൈനിൻ്റെ താഴെ ഭാഗം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ഭാഗം ഉള്ളിലോട്ട് ചെറിയൊരു പോർഷൻ കേവായിട്ട് വരുന്ന രീതിയിൽ ആണ് വരച്ചു കൊടുക്കേണ്ടത്. കേവ് കൊടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ട് കേവായിട്ട് വരച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ആ ഒരു താഴേക്കുള്ള ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴത്തെ ലൈനും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. ഇതെല്ലാം ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി, സ്കെയിലൊന്നും യൂസ് ചെയ്യണ്ട. അതുപോലെ ആ സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കഫ് വരുന്ന ഭാഗം, ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്താണ് കഫ് വരുന്നത്, അവിടെ ജോയിൻ ചെയ്യുക. പിന്നെ അതിന് സെൻറ്ററിൽ ഈ ഒരു ടൈപ്പ് കഫിൻ്റെ മോഡൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ കഫിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ബട്ടൺ സ്ട്രാപ്പ് വരച്ചു കൊടുക്കാം. ഈ ഒരു ബട്ടൺ സ്ട്രാപ്പിൻ്റെ പേരിലാണ് ഈ കഫ് അറിയപ്പെടുന്നത് തന്നെ. ആദ്യം വരയ്ക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കഫ്സ് ഇന്ന് അവൈലബിൾ ആണ്. സാധാരണയായി നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കഫ് എന്ന് പറയുന്നത് ഷർട്ടിൻ്റെ ഫുൾ സ്ലീവിൻ്റെ എൻഡിങ്ങിൽ വരുന്ന കഫാണ്. ആ ഒരു ചെറിയൊരു ഓപ്പണിങ് കൊടുത്ത് ബട്ടൺസൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുന്നത്. ചില കഫ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉള്ള മെറ്റീരിയൽ തന്നെ, ഫാബ്രിക് തന്നെ ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ചില കഫ്സ് എക്സ്ട്രാ ബാൻഡ് പീസ് പോലെ വെച്ചിട്ട് സ്ലീവിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ കേവായിട്ട് വരച്ചതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് എറേസ് ചെയ്ത് ആ ഷേപ്പ് ഒന്ന് കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ലെവലാക്കി വെക്കുക. അതിന് ശേഷം ചെയ്യുന്നത്, നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ കഫായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗം ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടാവും. ആ ഒരു ചുളിവുകളെല്ലാം റെപ്രസെൻ്റ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നതാണ്. ഒരു ഗാർമെൻറ്റ് വെയർ ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇതിലിപ്പം വരയ്ക്കുന്നത്. അതായത് നമ്മളൊരു ഗാർമെൻറ്റ് വെയർ ചെയ്താൽ സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു ചുളിവുകളും മറ്റുമൊക്കെ ഉണ്ടാവും. അതൊക്കെയാണൊന്ന് വരച്ച് കാണിക്കുന്നത്. അതുപോലെ കഫിൻ്റെ ഭാഗത്തും ചെറുതായിട്ടൊന്ന് ഓരോന്ന് ചെറിയ ചെറിയ വരകൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുത്താൽ മതി. ഇനി ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു സർക്കിൾ ഷേപ്പ് കൊടുക്കാം. ഒരു ബട്ടൺസ് റെപ്രസെൻ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഇനി ഒന്നെല്ലാം ഒന്ന് കറക്റ്റ് ഒന്നുകൂടെ അതിൻ്റെ മുകളിലെല്ലാം വരച്ച് എവിടെയെങ്കിലും ഒന്ന് ഷേപ്പാക്കാനോ മറ്റുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ലെവലാക്കി വരയ്ക്കുക. ഇനി നെക്സ്റ്റ് 4B പെൻസിൽ എടുത്തിട്ട് ഒന്നുകൂടെ ഔട്ട്ലൈനൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും കറക്റ്റ് ആദ്യം വരച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്നുകൂടെ വരച്ചു കൊടുത്ത് ഡാർക്കാക്കി കൊടുക്കുക. വരച്ചതിൽ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ഡാർക്കൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പേപ്പർ സ്റ്റംപ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു 4B വെച്ച് വരച്ചതിൻ്റെ മുകളിൽ കൂടെ അവിടെ മുതൽ തുടങ്ങി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട്
ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടും തന്നെ സെൻറ്റർ പോർഷനൊന്നും ഇതിലിപ്പം ഒഴിവാക്കുന്നില്ല. സെൻറ്റർ ഭാഗത്ത് അധികം ഡാർക്കാക്കി കൊടുക്കുന്നില്ല എന്ന് മാത്രം. അതുപോലെ കഫിൻ്റെ പോർഷനും എല്ലാം ഒന്ന് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്തിട്ടൊന്ന് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഒരു 8B പെൻസിൽ എടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ഡാർക്കാക്കിയിട്ട് വരച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ ആ ഒരു കഫ് ജോയിൻ്റ് ആവുന്ന ഭാഗങ്ങളും ബാക്കി ഓപ്പണിങ്ങിൻ്റെ ഭാഗം എല്ലാ ഭാഗത്തും ഒന്ന് ഡാർക്കാക്കിയിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇപ്പം ഡാർക്ക് ചെയ്ത ആ ഭാഗങ്ങളിൽ മാത്രമായിട്ടൊന്ന് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിലോട്ടൊന്നും ഒരുപാട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 8B വെച്ചിട്ട് ഡാർക്ക് ചെയ്ത ആ ഒരു ഭാഗങ്ങൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടൊക്കെ എറേസ് ചെയ്തൊന്ന് നീറ്റാക്കി കൊടുക്കാം. അതിനുശേഷം കഫിൻ്റെ നെയിം എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഫ് വിത്ത് ബട്ടൺ സ്ട്രാപ്പ് ദാറ്റ് ആക്ട് ആസ് ഡ്രോ സ്ട്രിങ്. ഇങ്ങനെയാണ് കഫിൻ്റെ നെയിം എഴുതി വെക്കേണ്ടത്. ഈ കഫ് വരച്ചതിൽ കഫിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് കൊടുത്തത് 1.5 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് വിടുത്തുമാണ് ഇതിൽ കൊടുത്തത്. അതിൻ്റെ കൂടെ കഫിന് നമ്മൾ എക്സ്ട്രാ വരയ്ക്കുന്ന സമയത്ത് ഒരു ഹാഫ് ഇഞ്ച് അളവിൽ